കയ്യിലിരിക്കുന്ന ഈ ടോണിക്ക് ഇവള് കാണണ്ട. ഇത് മറച്ചു വെക്കാം. നന്ദനെ, നീ ടോണിക്ക് വാങ്ങിയായിരുന്നോ? വാങ്ങി ആന്റി. എന്താ ആന്റി വാങ്ങിയിട്ടുണ്ടോ? ഏയ് ഇല്ല ഇല്ല, നിന്റെ കയ്യില് ടോണിക് ബോട്ടിൽ ഇരിക്കുന്നോണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. എന്താ ചേച്ചി ആലോചിക്കുന്നേ? അല്ല, ഈ ടോണിക്കിന്റെ ഫ്ലേവർ മാറിയതുപോലെ. ഫ്ലേവർ മാറിയോ? യോ, എന്റെ നന്ദനെ, നീ നോക്കിയിട്ടല്ലേ വാങ്ങിച്ചത്? ഞാൻ നല്ലതുപോലെ നോക്കി തന്നെയാ വാങ്ങിയത്. നന്ദന, നീ ഇപ്പൊ തന്ന ടോണിക്കിന് വിലാസിനെ വാങ്ങിക്കൊണ്ടുവന്ന് കഴിച്ച ടോണിക്കിന് മുൻപ് കഴിച്ച ടോണിക്കിന്റെ അതേ ടേസ്റ്റാ. വിലാസിനെ, നീ വാങ്ങിക്കൊണ്ടുവന്ന ടോണിക്കിന്റെ ഫ്ലേവറാണ് മാറിയത്. ഞാൻ വാങ്ങിച്ചോണ്ടുവന്നതോ? അതെ. അത് ചിലപ്പോ ഞാൻ മേടിച്ചോണ്ടുവന്നത് ന്യൂ സ്റ്റോക്ക് ആയിരിക്കും. നന്ദന വാങ്ങിക്കൊണ്ടുവന്നത് ഓൾഡ് സ്റ്റോക്ക് ആയിരിക്കും. നന്ദനെ, നീ നോക്കിട്ട് തന്നെയല്ലേ വാങ്ങിക്കൊണ്ടുവന്നേ? സിറ്റിയിലുള്ള ഏറ്റവും വലിയ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തന്നെയാ ഞാനിത് വാങ്ങിയത്. ഓ, അവിടെ ഓൾഡ് സ്റ്റോക്ക് ഒന്നും ഇല്ല. അപ്പോ ഓരോ തവണയും ഓരോ തരം ഫ്ലേവറിലായിരിക്കും ഈ ടോണിക്ക് വരുന്നത്. ഞാൻ വാങ്ങിച്ചപ്പോ ഓൾഡ് സ്റ്റോക്കും, നന്ദന വാങ്ങിച്ചപ്പോ ന്യൂ സ്റ്റോക്കും. ചേച്ചിക്ക് പിടിക്കുന്നത് ഏതാന്ന് വെച്ചാ ചേച്ചി ഇത് കണ്ടിന്യൂ ചെയ്തോ. ഓരോ ഫ്ലേവറിന് ഓരോ ടേസ്റ്റ് ആണല്ലോ. ഇവിടെ ഇരിക്കുന്നതാ നല്ലത്. അല്ലെങ്കിലേ നേരത്തെ പോലെ ഇവിടുത്തെ സ്റ്റാഫ് വന്ന് തട്ടിപ്പൊട്ടിക്കും. എന്നാ പിന്നെ ശരി ചേച്ചി. എന്നാ പിന്നെ പോട്ടെ. ഗുഡ് നൈറ്റ്. ഓക്കെ ആന്റി. എല്ലാവരും ഉറക്കം പിടിച്ചു കാണും. ഈ അവസരം നോക്കി അഖിലയുടെ മുറിയിലിരിക്കുന്ന ടോണിക്ക് മാറ്റി ഈ ബോട്ടിൽ വെക്കാം. ഇവളെന്താ ഈ കാണിക്കുന്നത്? നീ എന്താ ഈ നട്ടപ്പാതിരിക്ക് ഇവിടെ? നിനക്ക് ഉറക്കൊന്നുമില്ലേ? ആരെ നോക്കി നിൽക്കുവാ? സോറി ആന്റി, വിശപ്പ് വന്നാ എനിക്ക് ഉറക്കം വരില്ല. കിച്ചണിൽ ചെന്ന് ഫ്രിഡ്ജിലിരുന്ന ചിക്കനും ചപ്പാത്തിയും വയറ്റിലോട്ട് പോയപ്പോഴാ എനിക്ക് ശ്വാസം വീണത്. അല്ല ആന്റി ഇതെങ്ങോട്ടാ? അല്ല ആന്റി ഇതെങ്ങോട്ടാ? അതൊക്കെ പറയാം. നീ ആരെങ്കിലും വരുന്നുണ്ടോന്ന് നോക്കി ഇവിടെ തന്നെ നിക്കണം. ശരി ശരി. അവിടെ നിന്നോ. ഓ
എനിക്കും കാണണം. ദൈവമേ, കഥക് ലോക്കിയ മറന്നെന്നാ തോന്നുന്നു. അയ്യോ, എവിടെ വിളിക്കും? അമ്മേ, ഗുഡ് മോർണിംഗ് അങ്കിളെ. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ തിരിച്ചു പറയാനുള്ള മാനേഴ്സ് ഇല്ല. ഛേ, എന്നെ ഒന്ന് പേടിപ്പിച്ച് കളഞ്ഞല്ലോ അഖിലേ. ഉറങ്ങിക്കോ ഉറങ്ങിക്കോ, ഇനി ഏറിയ കുറച്ച് ദിവസം കൂടി ഉറങ്ങും. ഈ പള്ളി ഉറക്കം ഞാൻ നിങ്ങളുടെ അന്ത്യ ഉറക്കത്തിലെത്തിക്കും. ഉറങ്ങാനാ ഞാൻ ഈ ഔഷധം തരുന്നത്. ഉദ്ദിഷ്ടകാര്യം നിറവേറ്റു ആന്റി. എന്ത് കാര്യം? ഉദ്ദിഷ്ടകാര്യം എനിക്ക് നീ ചോദിച്ചത് മനസ്സിലായില്ല. പക്ഷേ ഞാൻ പോയ കാര്യം സാധിച്ചു. അതെ, നിലാവത്ത് കോഴി നിൽക്കുന്ന പോലെ നീ ഇവിടെ നിൽക്കുന്നത് ആരെങ്കിലും കണ്ടോ?
എന്നെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല ആന്റി. ഞാനൊരു മായായിട്ട് മാഞ്ഞളയും. എന്താടി ഓർക്കാപ്പുറത്തൊരു ഇക്കിള് വന്നു. പതുക്കെ. കയറ്റി കിടക്കുന്ന പോത്ത് മുക്രയിടും പോലത്തെ സൗണ്ട്. ഉറങ്ങിക്കിടക്കുന്നവരൊക്കെ ഉണർന്നെഴുന്നേറ്റ് വരുമല്ലോ. പതുക്കേടി. ഉണ്ടായിരുന്ന ചിക്കനും ചപ്പാത്തിയും മുഴുവൻ അകത്താക്കിയിട്ടുണ്ട്. പിന്നെ എങ്ങനെ ഏക്കിള് വരാതിരിക്കുന്നേ? ഒന്നും കഴിക്കാഞ്ഞിട്ടാ എനിക്ക് ഇക്കിള് വരുന്ന കേട്ടോ. അയ്യോ, ഇന്നത്തെ അത്താഴം അത്ര പോരെയായിരുന്നു. അയ്യോ നശിപ്പിച്ചു. നന്ദനിയാ. അയ്യോ അവളെ ഞാൻ കണ്ട. ചോദിച്ചു കേട്ടില്ലേ? അയ്യോ എന്ത് പറ്റി ആന്റി? രണ്ട് ഈച്ചപ്പറ്റി പോങ്ങോട്ട്. എന്റെ കാലൊടിഞ്ഞു. എന്റെ അമ്മേ. അയ്യോ വേഗം പോ ആന്റി. എന്റെ അമ്മ, എന്റെ കാലും. ഗുഡ് ഫൈറ്റ്. ആരോ ഇതിനകത്ത് കേറിയിട്ടുണ്ടല്ലോ. രാത്രി ഇറങ്ങി നടക്കാൻ ഇവളെന്താ കള്ളിയും കാട്ട് നീലിയോ? എന്റെ ഒടുക്കത്തെ ഇക്കള എല്ലാത്തിനും കാരണം. എന്റെ കാല് ഒടിഞ്ഞു. പാവാണ്ടി. എന്താ മോള്? അങ്കിൾ എവിടെയായിരുന്നു? ഉറക്കം വന്നില്ല, പുറത്തിരിക്കുകയായിരുന്നു. എന്താ നീ ഉറങ്ങാത്തത്? ഇവിടെ എന്തൊക്കെയോ ശബ്ദം കേട്ട് ഞാൻ എണീറ്റ് വന്നതാ. അല്ല പൂച്ചയായിരിക്കും. നീ പോയി കിടന്നുറങ്ങ. ആന്റി, കാട്ടുപൂച്ച ആന്റി. കരിമ്പൂച്ച ചായ. അതെ പൂച്ചകൾ തന്നെ. ഒരു ദിവസം ശല്യം ചെയ്യുന്ന ഈ പൂച്ചകളെ പിടിച്ച് ചാക്കിൽ കെട്ടി വല്ല കടലിലും കൊണ്ട് എറിയണം. വരട്ടെ. ഇനി വരട്ടെ നോക്ക. ഇത് നമ്മളെ ഉദ്ദേശിച്ച് തന്നെയാ പറഞ്ഞത്. ചാക്കി പിടിച്ചു കെട്ടാൻ ഇങ്ങ് വാ, കാണിച്ചു തരുന്നുണ്ട് ഞാൻ. ഗുഡ് നൈറ്റ് അങ്കിൾ. ഗുഡ് നൈറ്റ്. വാ. ഇതൊരു വേദന. എന്റെ കാൽക്കുഴയുടെ ചിരട്ട പൊട്ടിപ്പോയെന്നാ തോന്നുന്നേ. ഇനി എന്ത് ചെയ്യും എന്റെ ഈശ്വര? കുടിക്കാൻ വെള്ളം പോലും ഇതിനകത്തില്ലല്ലോ. ഒരുത്തിയും കൊണ്ട് വെച്ചിട്ടുമില്ല. ആർക്കും എന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല. അതെങ്ങനെയാ? വിലാസിനി രണ്ടാം തരക്കാരിയല്ലേ? അയ്യോ എന്തൊരു വേദന. അവള് ആ നന്ദനി എല്ലാത്തിനും കാരണം. പാതിരാത്രിക്ക് അവളിങ്ങനെ ഇറങ്ങി നടന്നിട്ടല്ലേ ഞാൻ വീണു പോയത്. അയ്യോ ആ ശിവരാമേട്ടനാണെങ്കിൽ ഒട്ടും ഉറക്കമില്ല. തീ പിടിച്ച ആത്മാവിനെ പോലെ രാവുന്നില്ല. പകലൊന്നില്ലാതെ ഇങ്ങനെ കറങ്ങി നടക്കല്ലേ. ഇവിടെ എങ്ങാണ്ട് വേദനയ്ക്കുള്ള മുറിവെണ്ണ ഇരിപ്പുണ്ട്. അതെടുത്ത് പുരട്ടാം. എവിടെയത്? കയ്യും കാലും ഒക്കെ പൊട്ടിയെങ്കിൽ എന്താ? വിചാരിച്ച കാര്യം ഞാൻ നടത്തിയല്ലോ. ആ സ്ലോ പോയിസൺ ചേർത്ത ടോണിക്ക് അഖിലയുടെ മുറിയിൽ വെക്കാൻ കഴിഞ്ഞല്ലോ.